Ram deposited some rupees 12,000 rupees in a bank. അല്ലെ റാം എന്ത് ചെയ്തിട്ടുണ്ട് 12,000 rupees in a ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് 10% പറയാനും അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് ആൻഡ് ദ റിമൈനിങ് എമൗണ്ട്. സോ റാമിന്റെ കയ്യിൽ ഈ 12,000 അത് കുറച്ചുകൂടെ എമൗണ്ട് ഉണ്ട്. റിമൈനിങ് എമൗണ്ട് എത്രയാന്ന് പറഞ്ഞിട്ടില്ല, ബാക്കിയുള്ള തുക ഓക്കെ ഡെപ്പോസിറ്റ് ഇൻ അതർ ബാങ്ക്, മറ്റൊരു ബാങ്കിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു. അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 20% ആണ്. ഇഫ് യു റിസീവ്ഡ് ഇൻട്രസ്റ്റ് അക്കോർഡിംഗ് ടു 14%. സോ ആകെ മൊത്തം അയാൾക്ക് കിട്ടുന്നത് ടോട്ടൽ തുകയുടെ 14% ആണ് എന്നുണ്ടെങ്കിൽ ഫൈൻഡ് റാംസ് എമൗണ്ട്. റാം എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഓപ്ഷൻ എടുത്തുകൊണ്ട് ചെയ്യാം, ഓക്കെ. സോ അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ ഓപ്ഷൻ ഇല്ലാതെ എങ്ങനെ ചെയ്യുന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഓപ്ഷൻ എടുത്ത് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ എ ചെയ്ത് നോക്കി, കിട്ടിയില്ല, മേ ബി ഓപ്ഷൻ എ ആൻസർ ആയിരിക്കില്ല. അപ്പൊ ബി എടുത്ത് ചെയ്ത് നോക്കേണ്ടി വരും, ചിലപ്പോൾ കിട്ടൂല. സി എടുത്ത് ചെയ്ത് നോക്കേണ്ടി വരും. ഒരുപാട് സമയം പോകും അല്ലെ. അതിന് പകുതി സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ പ്രോപ്പർ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ആ വഴിക്കൊന്ന് നോക്കാം. ഇപ്പം ഞാൻ ടോട്ടൽ എമൗണ്ടിനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. ടോട്ടൽ എമൗണ്ട് ഞാൻ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അത് ഞാൻ രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഒന്ന് 12,000. അപ്പൊ ഈ എക്സ് എത്രയാണെന്ന് അറിയാത്തതുകൊണ്ട് മറ്റേ പോർഷൻ എത്രയാണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ എന്റെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ 60 രൂപയെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി 40 രൂപയില്ലേ. അപ്പൊ 100-നകത്ത് നിന്ന് 60 കുറച്ച് 40 കിട്ടൂലേ. അപ്പൊ ഇവിടെ എക്സിനകത്ത് നിന്ന് -12,000 ചെയ്യാം. ഓക്കെ, ഈ റുപ്പീസ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എനിക്ക് 10% പെർ ആനം കിട്ടും, അപ്പുറത്ത് 20% പെർ ആനം. ഓക്കെ ആണല്ലോ. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. സോ ഒന്നും പറയാത്തത് കൊണ്ട് ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസ് എടുത്ത് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ. ഇനി ഞാനിവിടെ ഇക്വേഷൻ ഫോം ചെയ്യുവാണ് കേട്ടോ. എന്താ ഞാൻ ഈ ഫോം ചെയ്യുന്ന ഇക്വേഷൻ ശ്രദ്ധിച്ചോണേ. 12,000 റുപ്പീസിന്റെ മേലെ 10% ഞാൻ ചാർജ് ചെയ്തു. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഒരു വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് കിട്ടി. ഓക്കെ, ഇനി ബാക്കി ആരുണ്ട് അവിടെ? എക്സ് മൈനസ് 12,000 ഉണ്ട്. അതിന്റെ മേലെ ഞാൻ 20% ചാർജ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എക്സിന്റെ കൂടെ ടോട്ടൽ എമൗണ്ടിന്റെ 14% കിട്ടും എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഇക്വേഷൻ. കാര്യം മനസ്സിലായില്ലേ? 12,000ന്റെ മേലെ 10% ചാർജ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് പ്ലസ് ബാക്കിയുള്ള എമൗണ്ടിന്റെ മേലെ 20% ചാർജ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ ടോട്ടൽ വാല്യൂ എക്സിന്റെ 14%. ഇതാണ് കേസ്. ഈക്വേഷൻ സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇതെങ്ങനെ നമ്മൾ പെട്ടെന്ന് സോൾവ് ചെയ്യാം? 12,000ന്റെ 10% എന്ന് പറഞ്ഞാൽ 1,200 പ്ലസ് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടി വരും. എക്സ് ഇൻറ്റു 20% എന്ന് പറയുമ്പോൾ 0.2x വരും, മൈനസ് 12,000 ഇൻറ്റു 20% അല്ലെ. 12,000ന്റെ 10% എന്ന് പറയുന്നത് 1,200 ആണ്. അപ്പൊ 2,400 വരും, ഈക്വൽ ടു 0.14x എന്ന് കിട്ടും അല്ലെ. ഇത്രേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാം? ഈ 1,200 ഇത് മൈനസ് ചെയ്യാം. ഓക്കെ, സോ 1,200 മൈനസ് 2,400. അപ്പൊ എനിക്ക് ഇവിടെ 1,200 കിട്ടി, മൈനസ് 1,200 ഉണ്ടാവേ. ഈ 0.2x അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ ഓൾറെഡി 0.14 ഉണ്ട്. മൈനസ് 0.2 ചെയ്യുമ്പോൾ എനിക്ക് 0-0.06x കിട്ടും. മൈനസും വെട്ടിക്കളയും. ഈ ഇൻറ്റു 0.06 ഇങ്ങോട്ട് വരുമ്പോൾ 1,200 ഡിവൈഡഡ് ബൈ 0.06 എനിക്ക് കിട്ടി എക്സ് ഈക്വൽ ടു 20,000. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. സോ ഓപ്ഷൻ എ ആയിരിക്കും അതിന്റെ ആൻസർ വരിക അല്ലെ. ഓപ്ഷൻ എ ആയിരിക്കും അതിന്റെ ആൻസർ വരിക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേസാണ്. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പൊ 20,000 ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത തുക എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒരു 12,000 കാണാം. അപ്പൊ ഇങ്ങോട്ട് ബാക്കി എത്ര ഉണ്ടാവും? 8,000 ഉണ്ടാവും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ 10% ചാർജ് ചെയ്യുക, അപ്പൊ 1,200 കിട്ടും. ഇതിന്റെ 20% ചാർജ് ചെയ്യുക, അപ്പൊ എത്ര കിട്ടും? 1,600 കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടുക, അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഒരു എമൗണ്ട് കിട്ടും. അത് 20,000ന്റെ 14% ആണെന്ന് ചെക്ക് ചെയ്താൽ മതി. ഉദാഹരണത്തിന് അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1,200 പ്ലസ് 1,600 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2,800 കിട്ടും അല്ലെ. 2,800. ഓക്കെ, അപ്പൊ 20,000 ഇൻറ്റു 14% എടുക്കുമ്പോൾ 2,800 സെയിം എമൗണ്ട് കിട്ടും. ഓക്കെ, സോ ഒന്നെങ്കിലും ഓപ്ഷൻ എടുത്ത് അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഓക്കെ ആണ്, അതും കുഴപ്പമൊന്നുമില്ല, ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് പ്രോപ്പർ മെത്തേഡ് കാണിച്ചു എന്ന് മാത്രം. ഓപ്ഷൻ എടുത്ത് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ. ഓരോരുത്തർക്കും ഓരോ ചോയ്സ് അല്ലേ. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബൈ.